ചിത്ര വേണ്ടാന്ന് വെച്ച കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സാറാ ജോസഫ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നു. ആള് ചെറിയ തോതിൽ റീൽസ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരിയുടെ ഏതൊരു റീലിൽ ഒരു ചിത്ര എന്ന് പറയുന്ന വ്യക്തി കമന്റ് ഇട്ടു. ആ കമന്റ് കണ്ടിട്ട് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ ചെറിയ ഭാഗം ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. എന്താന്ന് വെച്ചാൽ ചേച്ചി കമന്റ് ഇട്ടിരിക്കും, മോളെ ഫുഡ് കഴിക്കുന്ന കമന്റ് എന്താണെന്ന് വെച്ചാൽ കാര്യം വീഡിയോസ് ഒക്കെ നല്ലതാണെങ്കിലും പൊടിക്ക് ഓവർ ആകുന്നുണ്ടോ എന്നൊരു സംശയം. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണോ എന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ പോയാൽ ആളുകൾക്ക് വീഡിയോസൊക്കെ ബോറായി തുടങ്ങും. ഒരു കമൻറ്റ് ബോക്സ് ആണല്ലോ, എനിക്കും അഭിപ്രായം പറയാലോ എന്നാണ് ആ വ്യക്തി പറഞ്ഞത്. ഇതിലെവിടെയാണ് മോശം ഇരിക്കുന്നത്? ഒരു വ്യൂവർ എന്ന നിലയിൽ ആ വ്യക്തി അവരുടെ അഭിപ്രായം പറഞ്ഞു. അതിനെ വേണമെങ്കിൽ സ്വീകരിക്കുക, വേണ്ടെങ്കിൽ ഒഴിവാക്കി വിടുക. അല്ലാതെ ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ദിവസം ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറായിട്ട് തോന്നും. ഈയിടെയായിട്ട് മോള് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഈ പ്രകടനം കാണുമ്പോൾ ഓവറായിട്ട് തോന്നുന്നുണ്ട്. ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറിയപ്പോൾ ഞാൻ ഞെട്ടി. എന്താണെന്നറിയാമോ, ഒരേ ഡ്രസ്സിൽ 10 വീഡിയോ ഒരുപോലെ. നിങ്ങളെ പോലെ 16 തരം ഡ്രസ്സ് മേടിച്ച് വീഡിയോസ് ഇടാനുള്ള സാമ്പത്തികമൊന്നും എല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് അധികം അഹങ്കരിക്കരുത്. എടുത്ത് വെച്ചിരിക്കുന്ന ചേച്ചി ആരാണ് പറയൂ? ഒരു സാധാരണ മനുഷ്യ സ്ത്രീ, അല്ലാതെ പ്രത്യേകിച്ച് എന്ത് പറയാൻ. ആരാണ് ചേച്ചി കമന്റ് ആയിട്ട് ഇട്ടുള്ളൂ. ചേച്ചിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് പറഞ്ഞ ചേച്ചിയുടെ കാര്യം പറയാൻ അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ ചേച്ചി? ഇതൊക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ച് ഇങ്ങനെ ഓവറാക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് വിഷമം വരത്തില്ല ചേച്ചി. ഇപ്പൊ കുഴപ്പമില്ല, ഇച്ചിരി വിഷമം ചേച്ചിക്കും കിട്ടിയില്ലേ? ഇല്ലേ ചേച്ചി? അപ്പൊ ഓക്കെ ബൈ. ഓക്കെ അങ്ങനെയല്ല, ഓക്കെ ബൈ ഗായ്സ്. കേട്ടില്ലേ? ഇതാണ് ആ കമന്റ് സാറയുടെ മറുപടി. ഇങ്ങനൊരു വീഡിയോ സാറ ഇട്ടതിന് ശേഷം ഞാൻ ആ കമന്റ് ബോക്സ് പോയെന്ന് വായിച്ചു നോക്കി. എല്ലാവരും ആ ചേച്ചീനെ സപ്പോർട്ട് ചെയ്താണ് കമന്റ് ഇട്ടത്. അതിനുശേഷം സാറ മറ്റൊരു ന്യായീകരണ വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ചെറിയ ഭാഗം കൂടി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. പക്ഷെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചേ അടങ്ങത്തുള്ളെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും? കഴിഞ്ഞ ദിവസം ചിത്ര എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരുടെ കമന്റിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര സിമ്പിൾ ആണ്, ബുദ്ധിയുള്ള എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലായി. ഒരു സിമ്പിളും അല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുതരം ബോഡി ഷേമിംഗ് ആയിരുന്നു. പക്ഷെ അവരിട്ട കമന്റ് എന്തൊരു മാന്യമായിരുന്നു. എനിക്കിഷ്ടം പോലെ ബാഡ് കമന്റ്സ് വരാറുണ്ട്, നല്ല കമന്റ്സ് വരാറുണ്ട്. എനിക്ക് മാത്രമല്ല, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരാറുണ്ട്. അന്ന് അത് ഒരു ബാഡ് കമന്റും അല്ലായിരുന്നു. ഒരു വ്യക്തി അവരുടെ ഒപ്പീനിയൻ പറഞ്ഞു. അതൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കിയാൽ നിനക്ക് തന്നെ മനസ്സിലാവും. ഞാൻ ആ കമന്റ് കണ്ടപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറി നോക്കിയപ്പം ആ ചേച്ചി ഒരേ ഡ്രസ്സിൽ ഒരു 10 വീഡിയോ ഒരുപോലെ ഇട്ടപ്പോ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ആ ചേച്ചിക്ക് അത് ബോറായിട്ട് തോന്നിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കമന്റിനെ റിയാക്ട് ചെയ്തു. ഒറ്റ കാര്യം. പക്ഷേ ആ റിയാക്ഷൻ കണ്ട് എല്ലാവർക്കും മനസ്സിലായി അതിലെന്തോരം അഹങ്കാരം നിറഞ്ഞ വാക്കുകളായിരുന്നെന്ന്. അല്ലാതെ ആ ചേച്ചിയുടെ നിറത്തെ പറ്റിയോ സൗന്ദര്യത്തെ പറ്റിയോ ബോഡിയെ പറ്റിയോ ഞാൻ ചിന്തിച്ചിട്ട് കൂടെ ഇല്ല. അങ്ങനെ ചിന്തിക്കാൻ മാത്രം ഞാൻ വലിയ ലെമ്പയോ അല്ലെങ്കിൽ എനിക്ക് വലിയ സൗന്ദര്യമോ വലിയ നിറമോ ഒന്നും ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം ഞാൻ നാളെ മരിച്ചാൽ വെറും പുഴുക്കള് തിന്ന് തീർക്കാനുള്ളത് തന്നെ, അല്ലെങ്കിൽ ഒരു 3-4 വേറെ കഷ്ണം വെച്ച് അതിന്റെ അകത്ത് അലിഞ്ഞു തീരത്തേ ഉള്ളൂ. ഞാൻ അത്രേ ഉള്ളൂ. ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങളുമല്ല, മനുഷ്യർ അത്രേ ഉള്ളൂ. ഈ ചിത്ര ചേച്ചിയുടെ കേസിൽ ഞാൻ പറയാം. ഇവരുടെ ആ വീഡിയോ ഇട്ടതിന് ശേഷം അന്ന് രാത്രി ചാച്ചന ഒരു മെസ്സേജ് വേറൊരു പുള്ളിക്കാരൻ അയക്കുവാണ്. വൈഫിന്റെ അടുത്തൊന്ന് പറയണം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. കാരണം ഇവർക്ക് +2 പഠിക്കുന്ന ഒരു മോളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളാണ്. അവർക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതി നാണക്കേടാണെന്ന്. എന്തുകൊണ്ട് ചിത്ര ചേച്ചി എന്റെ കാര്യം ചിന്തിച്ചില്ല? ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്ക് 23. ചിന്തിച്ചത് കൊണ്ടല്ലേ പറയുന്നത്. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ചിത്ര ചേച്ചിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട് കാണും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ച് അത് കമന്റ് ബോക്സിലൂടെ അറിയിച്ചു. അത് മനസ്സിലാക്കാനുള്ള വിവേകം പോലും നിങ്ങൾ കാണിച്ചില്ല. വയസ്സുള്ളൂ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പോൾ ചേച്ചി എന്തുകൊണ്ട് ചിന്തിച്ചില്ല എനിക്ക് വിഷമം ഉണ്ടാവും ബാക്കിയുള്ള ആളുകൾ കാണുന്നു എന്ന്? അത്രയ്ക്ക് ചേച്ചിക്ക് എന്നോട് പറയണം. അല്ലെങ്കിൽ എന്നെ അത്ര സ്നേഹമുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് DM ചെയ്തില്ല? ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഒന്നാമത് മനസ്സിനൊന്നും ഒരു രീതിയിലും സമാധാനം ഇല്ലാത്ത പെൺകുട്ടിയാണ്. എനിക്കിപ്പം അതെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്രയേറെ ഞാൻ സ്ട്രഗിൾ നിൽക്കുമ്പോൾ എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനിങ്ങനെ വീഡിയോസ് ഇടുക എന്നുള്ളത്. മറ്റുള്ളവരെ നിങ്ങൾ ചിരിപ്പിക്കുമ്പോൾ അവരവരുടെ ഒപ്പീനിയനും പങ്കുവെക്കും. അത് മനസ്സിലാക്കാൻ പാടില്ലേ? പ്രത്യേകിച്ച് നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? കോമാളിത്തരമായിട്ട് പറയാൻ ചിലർക്ക് സന്തോഷം തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് ഫേക്ക് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെതിരെല്ലാം റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്തൊരു മാന്യമായ കമന്റ് ആയിരുന്നു. അതുകൊണ്ട് 100% അവരെ ന്യായീകരിക്കാൻ എനിക്ക് പറ്റൂ.
ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് തന്നെ റിപ്ലൈ ചെയ്യും. അതൊരു തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഒട്ടുമേ എന്നെ പറ്റുന്നില്ല എങ്കിൽ ഓക്കെ, ഞാൻ ഈ കണ്ടന്റും കാര്യങ്ങളൊക്കെ നിർത്താം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഒരു ജീവിതം നമ്മൾ മറ്റൊരാളെ വിഷമിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മളെ കൊണ്ടാവുന്നത് അതേ ഉള്ളൂ. നമുക്ക് സുഖമാണ് ആരും കാണാത്ത ഒരു റൂമിൽ കയറി ഇരുന്ന് എന്തെങ്കിലും. സത്യം പറഞ്ഞാൽ വിഷമിക്കാനുള്ള സാഹചര്യം നീ തന്നെയാണ് വരുത്തി വെച്ചത്. ഒക്കെ ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റും, പക്ഷെ മറ്റുള്ളവർക്ക് എന്തോരം ഹേർട്ട് ആവും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് വരെ ഞാൻ എന്റെ ഒരു കണ്ടന്റിലും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ചിത്ര ചേച്ചി അത് മുമ്പ് വരെ അങ്ങനെ ആയിരിക്കും, പക്ഷേ ആ ചിത്ര ചേച്ചിക്കെതിരെ ഇട്ട വീഡിയോ അത് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് തന്നെയാണ്. അത് കാണുന്ന വ്യൂവേഴ്സിനും വിഷമം തോന്നി എന്നതാണ് സത്യാവസ്ഥ. സത്യം പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങിയത്. കാരണം എനിക്ക് അത്രമേൽ വിഷമം വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ നീ കമന്റോളികളുടെ കയ്യിൽ നിന്നാണ് ഇരന്ന് വാങ്ങിയത്. ഞാൻ ആ വീഡിയോ ചെയ്തത്. പിന്നെ ഇപ്പൊ ഈ റിയാക്ട് ചെയ്തിരിക്കുന്ന ഈ മാന്യൻ പണ്ട് തൊപ്പിയെ കണ്ടപ്പോ, തൊപ്പി എന്തോ ഒരു ഇനാഗ്രേഷന് പോയപ്പോ തൊപ്പിനെ ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ച് തൊപ്പി ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയും ന്യായീകരിക്കണം എന്നില്ല. തൊപ്പി നല്ലത് ചെയ്താൽ നല്ലത് പറയും, ചീത്തത് ചെയ്താൽ ചീത്തത് പറയും, അത്രേ ഉള്ളൂ. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ടൈമില് പോയി കെട്ടിപ്പിടിച്ച് തൊപ്പിയുടെ ഫോട്ടോ എടുത്ത വ്യക്തി ഈ റീസെന്റ് തൊപ്പിക്ക് എന്തോ ഒരു പ്രശ്നം വന്നപ്പം തൊപ്പിയെ പറ്റി റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിരിക്കുക. അപ്പൊ തന്നെ അദ്ദേഹം അത് അതുപോലത്തെ പ്രവൃത്തിയല്ലേ തൊപ്പിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. മനുഷ്യരാരെങ്കിലും സഹിക്കും. നിലവാരം മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും അവരുടേതായ കുറെ പോരായ്മകളുണ്ട്. എനിക്കും ആ പറഞ്ഞത് ന്യായം. ആരും പെർഫെക്റ്റ് അല്ല, അവർക്ക് അവരുടേതായ പോരായ്മകൾ ഉണ്ടാവും. ആ പോരായ്മ ഒരു വ്യക്തി ചൂണ്ടിക്കാണിച്ചാൽ നമ്മളത് തിരുത്താൻ ശ്രമിക്കണം. പോരായ്മകളുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും പോരായ്മകളുണ്ട്. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമുക്കൊരു ജീവിതമുള്ളൂ. മറ്റുള്ളവർക്ക് ബാധ്യതയാവാതെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, വിഷമിപ്പിക്കാതെ നമ്മുടെ ജീവിതം അടിച്ചു പൊളിക്കും. ഓക്കെ ഗൈസ്, ബൈ. കേട്ടില്ലേ? ഇതാണ് ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ സാറ ജോസഫ് ചെയ്ത കണ്ടന്റിനെ പറ്റി. ഇനി നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്ത ആരുടെ ഭാഗത്താണ് ന്യായം എന്ന്. എന്തായാലും എനിക്ക് ചിത്ര ചേച്ചിയുടെ ഭാഗത്താണ് ന്യായം തോന്നിയത്. പല നെഗറ്റീവ് കമന്റ്സിനും നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ആഷ്ലി മാർലി, അഭിശ്രീ എന്നീ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വന്ന നെഗറ്റീവ് കമന്റ്സ് അത് വായിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാകും ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. കാരണം അത്രയും മോശം കമന്റ്സ് ആണ് വന്നത്. പക്ഷെ ഇവിടെ ഇട്ട കമന്റ് എന്തൊരു നീറ്റാണ്. അത് വായിച്ചാൽ എനിക്കും മനസ്സിലാവും, നിങ്ങൾക്കും മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും നിങ്ങൾ സാറ ജോസഫിനെയാണോ അല്ലെങ്കിൽ ചിത്ര ചേച്ചിയെയാണോ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.